ഈ ലോകത്തിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം, എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് പൈസ, അല്ലേ? നല്ല ജീവിതത്തിനും നല്ല വീടിനും നല്ല ഫാമിലി ലൈഫിനും എല്ലാവർക്കും ആഗ്രഹമുള്ള സാധനം, സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പൈസ. ചെറുപ്പം മുതൽ നമ്മുടെ ആഗ്രഹം നല്ല പൈസ ഉണ്ടാവണം, അടിപൊളിയായിട്ട് ജീവിക്കണം, നല്ല സുഖമായിട്ട് ജീവിക്കണം എന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് ജോലിക്കാണ് ഏറ്റവും കൂടുതൽ പൈസ നമുക്ക് കിട്ടുക? സാർ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണോ, +1 +2 കഴിഞ്ഞിട്ടാണോ, ഏത് കോളേജിൽ പോകണം, ഏത് കോഴ്സ് ചെയ്താണ് ഏറ്റവും ജോലി സാധ്യതയുള്ളത്, ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾ SSLC കഴിഞ്ഞ കുട്ടികളാണ്, നിങ്ങൾ മക്കളെ ഡോക്ടർ എഞ്ചിനീയർ വീഡിയോ എന്താണ് കണ്ടിരിക്കണം, അത് താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ സയൻസ് അല്ലെ കൊമേഴ്സ് അത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള, അതിൽ ഹ്യൂമാനിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്, ആ വീഡിയോ കണ്ടിരിക്കണം. ഇനി ഏത് ജോലി എടുത്താലാണ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് എന്താ 3.5 കോടി പൈസ ഒരു വർഷം ഉണ്ടാക്കും. 3.5 കോടിയൊക്കെ ഒരു പൈസ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഭയങ്കര പൈസ. 2.5 കോടീൻ്റെ ജോലി കിട്ടി, 1 കോടീൻ്റെ ജോലി, കോളേജ് കഴിഞ്ഞ് നേരെ ഒരു 2 കോടി, 1.5 കോടി, 1 കോടി. ഇതായിരിക്കും നമ്മളൊക്കെ ഓരോ ആർട്ടിക്കിളിൽ ന്യൂസ് പേപ്പറിൽ കാണാം. 2 കോടിയുള്ള ജോലി കിട്ടി, അവിടെ കിട്ടി, മൈക്രോസോഫ്റ്റിൽ കിട്ടി, അവിടെ കിട്ടി, ആമസോണിൽ കിട്ടി എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ജോലീൻ്റെ പൈസയല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എവിടെ നിന്നാണ്. നിങ്ങൾ നോക്കിയാൽ IIT ബോംബെയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത കുട്ടിക്ക് 3 കോടി ജോലി, IIT റൂർക്കിയിൽ നിന്ന് 2 കോടി, IIT ബോംബെയിൽ നിന്ന് കുറേ കുട്ടികൾ 1 കോടി, 85 കുട്ടികൾക്ക് 1 crore സാലറി പാക്കേജ് കിട്ടി. ഇതൊരു വർഷം ഉണ്ടാക്കുന്ന 1 കോടി കേട്ടോ. അത് കോളേജ് കഴിഞ്ഞിട്ട് 25-23 വയസ്സിനിടയ്ക്കാണ്. അതിങ്ങനെ കൂടി വരുള്ളൂ. ഓക്കെ, പിന്നെ ഡേറ്റാബ്രിക്സിൽ 2 കോടി IIT എന്നുള്ള ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ IIMൽ കുറേ കുട്ടികൾക്ക് 1 crore കിട്ടിയിട്ടുണ്ട്. 1.2 crore IIM ലക്നൗ. നിങ്ങൾ ആ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? IIT IIM. ഇവിടെയൊക്കെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 1 കോടി 2 കോടി കിട്ടുന്നതാണോ? യെസ്, ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നല്ല കിട്ടും. ഇത് ഞാനിപ്പോൾ കാണിച്ചത് ഏറ്റവും ടോപ്പ് പാക്കേജ്, ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഒരു ഏറ്റവും വലിയ പഠിപ്പിയുണ്ടാവും, അവനല്ല. നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ ഇങ്ങനത്തെ 100 പഠിപ്പികൾ വന്നാൽ അതിൽ ഏറ്റവും ടോപ്പർ ആൾക്കാരാണ് കിട്ടുക. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് വേറെ IIT IIM മാത്രം എന്താ സാറേ ഇത്ര അടിപൊളി ജോലി, വേറൊരു കോളേജിൽ അടിപൊളി ജോലിയല്ല, അടിപൊളി പൈസ കിട്ടില്ല. പാക്കേജ് എന്ന് പറഞ്ഞാൽ സാലറി പാക്കേജ് കിട്ടും. കുറേ കോളേജുണ്ട്. ഈ കോളേജുകളും ആൻഡ് ഈ പാക്കേജും തമ്മിലൊരു ബന്ധമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് കോളേജിൽ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജ്, IITs IIMs ഏറ്റവും ബെസ്റ്റ് കോളേജാണ്. അവിടെ നിങ്ങൾ എത്തിയാൽ, അവിടെ നിന്ന് നന്നായിട്ട് പഠിച്ചാൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം നിങ്ങൾക്ക് അടിപൊളി കോടികളുടെ പാക്കേജസ് കിട്ടും, അല്ലെങ്കിൽ നല്ല ലക്ഷങ്ങളുടെ പാക്കേജസ് കിട്ടും. ഇനി ഞാൻ റിയാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ല സാലറി ഉള്ളത്? സാറേ ഇപ്പോൾ IIT IIM അല്ലാണ്ട് എനിക്ക് അതൊന്നും നല്ല ഇൻട്രസ്റ്റ്, വേറെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ചെയ്യുക? വൃത്തിക്ക് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുക, നല്ല സാലറി കിട്ടുക? നിങ്ങൾ ഒരു ജോലി വേണ്ട ആളല്ല, കുട്ടി എന്നുള്ള പെർസ്പെക്റ്റീവ് വിടുക. നിങ്ങളൊരു വലിയ കമ്പനിയുടെ ഓണറാണ്, വലിയൊരു കമ്പനി, നിങ്ങൾ വലിയ ഇലോൺ മസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടാറ്റേൻ്റെ ഓണറെല്ലാം ആയിക്കോട്ടെ. നിങ്ങൾക്ക് കുറച്ച് അടിപൊളി മിടുക്കന്മാരെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നല്ല അടിപൊളി മിടുക്കന്മാരെ നിങ്ങൾ നിങ്ങളൊരു കോളേജിലേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് ഇടാണ്, എനിക്ക് കുറച്ച് അടിപൊളി പിള്ളേരെ വേണം, നല്ല പൈസ ഞാൻ തരാം, ഞാൻ 1 കോടി രൂപ തരാം. നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളൊരു 1 കോടി രൂപ എടുത്ത് കൊടുക്കുക എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാർ നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങളാണ് ഇൻ്റർവ്യൂ ചെയ്യുക. ഓക്കെ, നിങ്ങളിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് 1 കോടി കൊടുക്കാനുള്ള അർഹതയുള്ള കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവരുടെ CV നോക്കുക, അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് ലൈഫിൽ, എന്തൊക്കെ. പക്ഷേ എപ്പോഴും നിങ്ങൾ നോക്കുക എന്താണ് അവർ നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. നിങ്ങൾക്ക് ആദ്യം തന്നെ തീരുമാനം എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുന്നത് നിങ്ങൾ അവരുടെ കോളേജ്, ഓക്കെ, കോളേജ്, അവരുടെ മാർക്സ് ആൻഡ് എത്ര ഹാർഡ് വർക്കിംഗ് ആണ്, അല്ലേ? നിങ്ങൾക്ക് 1 കോടി കൊടുക്കുന്ന ആൾ മടിയനായ വേസ്റ്റാണ്, അല്ലേ? കോളേജ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കോളേജ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടഫായിട്ട് കയറാൻ പറ്റുന്ന കോളേജ്, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IIT IIM എയിംസ് പോലത്തെ അങ്ങനത്തെ നാഷണൽ ലെവലിൽ ഏറ്റവും ബെസ്റ്റ് ടഫ് ആയിട്ടുള്ള കോളേജ്. മാർക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ +1 +2 മാർക്സ് നോക്കും, അതേപോലെ കോളേജിലെ മാർക്സ് നോക്കും, അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് എൻട്രൻസ് ചെയ്ത് കോളേജ് ഉണ്ട് അതിൻ്റെ റാങ്ക് നോക്കും. പിന്നെ ഹാർഡ് വർക്കിംഗ് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ഹാർഡ് വർക്കിംഗ്? എല്ലാവർക്കും ഹാർഡ് വർക്കിംഗ് ആളാണ്, അല്ലേ? മാർക്കൊക്കെ കുറേ ആൾക്കാർക്ക് കിട്ടും, നല്ല സ്കോർ കിട്ടും. പക്ഷേ ഹാർഡ് വർക്കിംഗ് എങ്ങനെയാണോ കിട്ടും? നിങ്ങൾക്ക് ഹാർഡ് വർക്കിംഗ് ആളെ വേണം, അല്ലേ? നിങ്ങളിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇയാളുടെ മുഖം നോക്കിയിട്ട് പറയാൻ പറ്റുക ഹാർഡ് വർക്കിംഗ് ആണോ എന്ന്? ഒരിക്കലും പറയാൻ പറ്റൂല. പക്ഷേ നിങ്ങൾ ഈ കൊടുത്ത ഈ CV അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമേ, നിങ്ങളുടെ ഇന്നേ വരെയുള്ള എല്ലാ അച്ചീവ്മെൻറ്റ്സ് ഉള്ള റെസ്യൂമേയിൽ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആളാണോ എന്ന് കൊടുത്തിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? നിങ്ങളുടെ ഈ +1 +2 മാർക്സാണ് എൻ്റെ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ. +1 +2 നല്ല മാർക്ക് കിട്ടാന്ന് പറയുമ്പോൾ ബുദ്ധിയുള്ള കുട്ടിയെന്ന് മനസ്സിലാവും. പക്ഷെ അത് പോരാതെ നിങ്ങൾ +1 +2 മാർക്സ് ബുദ്ധിയുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് നല്ല ബുദ്ധിയുള്ളവർ, +1 +2 ഉഴപ്പിയിട്ട് 1 മാർക്കും ഇല്ലാത്തവരുണ്ട്. പക്ഷെ അതേസമയം ഭയങ്കര അക്കാഡമിക്കലി പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കഴിവില്ലാത്തവർ കഷ്ടപ്പെട്ട് ഒരു 90s മേലെ മേടിച്ചവരുമുണ്ട്.
അവിടെയാണ് ഹാർഡ് വർക്കിൻ്റെ ഫസ്റ്റ് സിമ്പിൾ. നിങ്ങൾ കഷ്ടപ്പെട്ട് ഉള്ള ആളാണോ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക്, +1 +2 നല്ല മാർക്ക്, കോളേജിൽ നല്ല മാർക്കാണ്, അവർക്ക് മനസ്സിലായി നിങ്ങളൊരു ഹാർഡ് വർക്കറാണെന്ന്, നിങ്ങൾക്ക് ആ നല്ല ജോലി കൊടുക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, അതുപോരാതെ രണ്ടാമത്തെ ഹാർഡ് വർക്കിൻ്റെ സിമ്പിൾ എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? നിങ്ങളുടെ റാങ്ക്. ഓക്കെ, എങ്ങനെയാണ് റാങ്ക് എഫക്റ്റ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം IITയിൽ പോകുമ്പോഴും, നിങ്ങൾ നീറ്റിന് നല്ല കോളേജിൽ പോകുമ്പോഴും, അല്ലെങ്കിൽ നിങ്ങൾ IIMസിലൊക്കെ പോകുമ്പം ആ കോളേജിനോ അല്ലെങ്കിൽ ആ എക്സാമിന് ഒരു പ്രത്യേകത ഇല്ല. ഇവിടെ നിങ്ങൾ IIT പോയാലും നിങ്ങളൊന്ന് ഭയങ്കര സംഭവമോ ഇല്ല. IIT പോകുന്നതിന് മുമ്പും IIT കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് IITക്കാർക്ക് നല്ല ജോലി ഇടുന്നത്, നല്ല പൈസയുടെ ജോലി ഇടുന്നത്, ഈ 1 കോടി 2 കോടി 3 കോടി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് IIT IIMs അത് നല്ല കോളേജസ് അത് കിട്ടാനുള്ള സാധ്യത? ഇത്രേ ഉള്ളൂ. അവിടേക്ക് കയറാനുള്ള, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും JEE. ഓക്കെ, JEE മെയിൻ, അഡ്വാൻസ്ഡ്, അതേപോലെ CAT എന്ന് പറഞ്ഞ IIMന്റെ എക്സാം. ഓക്കെ, ഈ എക്സാംസ് ഒക്കെ എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. ഈ എൻട്രൻസ് എക്സാം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. JEEക്കൊക്കെ നല്ല കോളേജ് കിട്ടാൻ വേണ്ടി നല്ല ഡിഫിക്കൽട്ടാണ്. 10 ലക്ഷത്തിന് മേലെ ആൾക്കാരെ എഴുതും, ആകെ 5000-6000 ആൾക്കാരെ നിങ്ങൾക്ക് നല്ല ഏറ്റവും ബെസ്റ്റ് കോളേജ് കയറുള്ളൂ. CATും നല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ കയറും, ആകെ ഒരു 7000-8000 ആൾക്കാരൊക്കെ ഏറ്റവും ബെസ്റ്റ് കോളേജ് കയറുള്ളൂ. അതേപോലെ നീറ്റ്. അപ്പം ഈ കോളേജുകൾക്ക് വലിയ പ്രത്യേകതയില്ല. നല്ല കോളേജ്, നല്ല ടീച്ചേഴ്സൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഹയർ ചെയ്യുന്ന ഒരാൾ, നിങ്ങളൊരു കമ്പനീൻ്റെ ഓണറാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ IITയിലൊക്കെ കയറിയവൻ ഈ ഇന്ത്യയിൽ തന്നെ കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് 5000 ബുദ്ധിയുള്ള ഒരു ഹാർഡ് വർക്കറുമാണ് അല്ലേ? ഏറ്റവും ബെസ്റ്റ് ഹാർഡ് വർക്കറാണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, ഇവന് എന്ത് പറ്റിയാലും ബുദ്ധി ഉണ്ടാവും, നമുക്ക് കഷ്ടപ്പെടുന്ന അറിയാം, നമുക്ക് 1 കോടി കൊടുക്കാമെന്ന് വിചാരിക്കും. അതേപോലെ CAT ഒക്കെ എഴുതി നിങ്ങൾ നല്ല IIMലൊക്കെ കയറി MBA ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ ഉറപ്പാണ് നമുക്ക് ഇവന്മാരെ സെലക്ട് ചെയ്യും, ഇവന്മാർ ടോപ്പ് ആൾക്കാരെ, ഇതിനെക്കാട്ടും ബുദ്ധിയുള്ളവർ ഇന്ത്യയിൽ നിന്ന് കിട്ടാനില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഈ കോളേജസിൽ നല്ല പ്ലേസ്മെൻറ്റ് കിട്ടും, നല്ല പ്ലേസ്മെൻറ്റ് ജോബ് ഓഫർ കിട്ടും. കാരണം ഈ കോളേജിന് ഭയങ്കര പ്രത്യേകതയല്ല, പക്ഷേ ഈ കോളേജിൽ എത്തുന്നവർ നല്ല മാർക്ക് മേടിച്ചവരായിരിക്കും, നല്ല ഹാർഡ് വർക്കേഴ്സ് ആയിരിക്കും. കാരണം അത് കിട്ടാൻ നല്ല കഷ്ടപ്പാടാണ്. അവർ ലൈഫിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കഷ്ടപ്പെടുന്ന ഉറപ്പാണ്, ജോലിയിലും നല്ലോണം കഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ഏറ്റവും ടോപ്പ് കോളേജിനെ കുറച്ച് പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കും. നിങ്ങളും ഗൂഗിളിൽ പോവുക, പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുക. ഏത് കോളേജിന് ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് ജോലി കിട്ടിയ ആരാണ്, ഏറ്റവും ആവറേജ്. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റവും ടോപ്പ് പാക്കേജ് കിട്ടണമെന്നല്ല, എപ്പോഴും എല്ലാ കോളേജിലും ഒരു ഭയങ്കര ബുദ്ധിമാന്മാരെ 2-3 ആൾക്കാരുണ്ടാവും, അവർ കോടികളുടെ എടുക്കും. പക്ഷേ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല, പക്ഷേ എല്ലാവർക്കും നല്ല പാക്കേജ് കിട്ടും. അതിന് ആവറേജ് LPA നോക്കുക, ആവറേജ് lakhs per annum. ഫോർ എക്സാമ്പിൾ IIT 2023 കഴിഞ്ഞ വർഷത്തെ IITയിലെ പ്ലേസ്മെൻറ്റ്സാണ് നല്ലത്. ഇപ്പം 4 വർഷം കോളേജ് കഴിഞ്ഞിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് 4 വർഷത്തിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലികൾ ഇവിടെ ആയിരിക്കും കിട്ടുക മിക്കവാറും. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കുക, ഇപ്പം IIT ഖരഗ്പൂർ. ഓക്കെ, ഖരഗ്പൂരിലെ ഇപ്പോൾ ഹയസ്റ്റ് ആനുവൽ പാക്കേജ്, ഹയസ്റ്റ് ഒരു വർഷം ഏറ്റവും കൂടുതൽ കിട്ടിയ ജോലിയുടെ പൈസ എത്ര? 2.5 കോടിയാണ്. ഓക്കെ, 2.5 കോടി. പക്ഷേ എല്ലാവർക്കും 2.5 കോടി കിട്ടും ഇല്ല. ആവറേജ് ആനുവൽ പാക്കേജ് എല്ലാവരുടെയും ജോലി വെച്ച് നോക്കിയാൽ നമുക്ക് ആവറേജ് എടുക്കാം. അപ്പോൾ ആവറേജ് 22 ലക്ഷമാണ്. 22 ലക്ഷം LPA എന്ന് പറയുമ്പോൾ lakhs per annum. നല്ല ജോലിയിലുള്ളൂ. 22 ലക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാക്കുന്നുണ്ടാവുള്ളൂ അത്ര പൈസ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ 25 വയസ്സിൽ 26 25 വയസ്സിൽ 22 ലക്ഷം വർഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അടിപൊളി പൈസയാണ്, ഭയങ്കര അടിപൊളിയാണ്, ടോപ്പിൽ അവരാ. ഓക്കെ, അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്കും കോടികളിലെത്താം 3-4 വർഷത്തിൽ. ഓക്കെ, നിങ്ങൾ അച്ഛനോടും അമ്മയോടും ചോദിച്ചു നോക്കുക, നമുക്ക് 22 ലക്ഷം ഒരു വർഷം ഉണ്ടാക്കിയാൽ ഭയങ്കര പൈസയല്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി IIT ബോംബെ എടുക്കുക, ഏറ്റവും ബെസ്റ്റ് IIT. അപ്പോൾ 1 to 6 3 CR എന്താണ് ഏറ്റവും ടോപ്പ് പാക്കേജ്. ആവറേജ് പാക്കേജ് നോക്കുക 60 to 80. ഇത് അത്ര കറക്റ്റ് അല്ല, പക്ഷെ എന്നാലും ആലോചിക്കാം 60 ലക്ഷമൊക്കെ വർഷത്തിൽ ഉണ്ടാക്കുക ഏറ്റവും ബെസ്റ്റ്. എന്നെക്കാട്ടും പിന്നെ ആലോചിക്കാനില്ല. ഓക്കെ, അതേപോലെ IIT ഡൽഹി ഉണ്ട്. ഇതൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് നോക്കിയ? ആപ്പിള്, Capital One, എയർബസ്, അതിൽ നിങ്ങൾക്ക് അറിയുന്ന കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, ഇതൊക്കെ ഹയർ ചെയ്യുന്ന ഇവിടുന്ന് ഹയർ ചെയ്യുന്നുണ്ട്. സാംസങ്, ക്വാൾകോം, അമേരിക്കൻ എക്സ്പ്രസ്, മെക്കൻസി, ബോസ്റ്റൺ, BCG ഒക്കെ ഇവിടുന്ന് ഹയർ ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ്, ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് കമ്പനീസ് ഇവിടെ നിന്നുള്ള മിടുക്കന്മാരെ പൊക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് IITയിൽ മാത്രം കയറിയാൽ മതി സാർ, അതൊന്നുമല്ല. നിങ്ങൾ IIM ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ടെക്നോളജി ഒന്നും വലിയ ഇഷ്ടമല്ല, നിങ്ങളൊരു ബാച്ചിലേഴ്സൊക്കെ ഇപ്പം BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, ഏതെങ്കിലും ബാച്ചിലേഴ്സ് തീർന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് IIMസിൽ പോവാം. IIMs MBA ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവിടെ നല്ല ജോലി സാധ്യതയുണ്ട്, നല്ല പൈസയും കിട്ടും. പക്ഷേ IIMസിൽ കിട്ടാനും ബുദ്ധിമുട്ടാണ്. അവിടുത്തെ കഷ്ടപ്പെട്ട് കയറണം. കഷ്ടപ്പെട്ട് കയറിയാൽ നിങ്ങൾ ഹാർഡ് വർക്കറാണെന്ന് മനസ്സിലാവും. ആ ഹാർഡ് വർക്കർ നല്ല പൈസ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ IIM അഹമ്മദാബാദിൽ ഓക്കെ നിങ്ങൾക്ക്
CTC. ഓക്കെ, അപ്പം 3 വർഷം കോഴ്സ് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് CAT എഴുതി കയറാൻ പറ്റും. അപ്പം നിങ്ങൾ 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് MBA കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഹയസ്റ്റ് അഹമ്മദാബാദാണ് ഏറ്റവും ബെസ്റ്റ് കോളേജ്, 61 ലക്ഷം പറയാനാണ്. അടിപൊളിയാണ്. ഇനി CTC ഏകദേശം ആവറേജ് എല്ലാവർക്കും കണ്ടു, നല്ല ആവറേജ് അല്ലേ, 32 ലക്ഷം. നിങ്ങളതിൽ മീഡിയം സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഏകദേശം 32 ലക്ഷം കിട്ടുമോ. അതേപോലെ IIM ബാംഗ്ലൂർ ആണെങ്കിൽ തന്നിട്ടില്ല ഹയസ്റ്റ്, പക്ഷെ ആവറേജ് നോക്കി 33. ഓക്കെ, അതാ IIM കാലിക്കട്ട, IIM കോഴിക്കോട് നോക്കിയാൽ 67 ലക്ഷം ഏറ്റവും ബെസ്റ്റ് പാക്കേജ്, അവിടെ ഏറ്റവും ടോപ്പറിന് കിട്ടിയത്. ഇനി 31 ലക്ഷമാണ് ആവറേജ് ഏകദേശം എല്ലാവരും നോക്കാം. കണ്ടില്ലേ, ഇതാണ്. ഫോർ എക്സാമ്പിൾ അലക്സാറിന് നിങ്ങൾക്കറിയാലോ, അലക്സാർ BSc ഫിസിക്സ് ചെയ്തു, +1 +2 അടിപൊളി മാർക്കുണ്ട്, BSc ഫിസിക്സ് അടിപൊളിയാണ്, റാങ്ക് 2 ആയിരുന്നു കോളേജിലെ. അത് കഴിഞ്ഞിട്ട് IIM കോഴിക്കോട് വന്നു, IIM കോഴിക്കോട് നിന്ന് പ്ലേസ്മെൻറ്റും കിട്ടി. അത് വിട്ടിട്ടാണ് എക്സാമിനർ തുടങ്ങിയത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ലൈഫ് സെറ്റാണ്, അതിന് കൂടിക്കൊണ്ടിരിക്കുള്ളൂ. നിങ്ങൾ എത്ര നല്ല ഹാർഡ് വർക്കറാണെന്ന് അവിടുന്ന് ക്ലിയർ ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്താൽ പൈസ കൂടിക്കൊണ്ടിരിക്കും. 30 ലക്ഷം, അടുത്ത വർഷം 40 ലക്ഷം, 50 ലക്ഷം അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ IIT IIM മാത്രമല്ല കേട്ടോ ഇത്. എപ്പോഴും നോക്കേണ്ടത് ഏത് ഫീൽഡിലായിക്കോട്ടെ, നിങ്ങളിപ്പം ഫാഷൻ ടെക്നോളജി ആയിക്കോട്ടെ, നിങ്ങളൊരു ഷെഫ് ആയിക്കോട്ടെ, നിങ്ങൾ പൈലറ്റ് ആയിക്കോട്ടെ, എപ്പോഴും ഓൾവേസ് എയിം ഫോർ ദ ബെസ്റ്റ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയും, ഈ എഞ്ചിനീയറും അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ ഇവർ മാത്രമല്ല പൈസ ഉണ്ടാക്കുന്നത്, കുറേ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫാഷനിലുള്ളവർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ളവർ എപ്പോഴും ബെസ്റ്റ് എയിം ചെയ്യാം. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഫീൽഡുകളിലൊക്കെ ഒരു പ്രത്യേക കോഴ്സൊന്നുമില്ല, നിങ്ങളും കഷ്ടപ്പെട്ട് ചെയ്യുക. പക്ഷെ അത് എനിക്ക് പറയാൻ പറ്റില്ല. അതല്ലാണ്ട് കോളേജും ജോലി സാധ്യതകളുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, ഏറ്റവും ബെസ്റ്റ് കോളേജിൽ പോവുക, ഏറ്റവും ഡിഫിക്കൽട്ടായ കോഴ്സുകൾ ചെയ്യുക. അപ്പോൾ അതും വിചാരിച്ചിട്ട് സാറേ എനിക്ക് ഇനി കഷ്ടപ്പെട്ട് IIT പോകുള്ളൂ എന്നാണോ? ഇല്ല, എഞ്ചിനീയറിംഗ് ഇഷ്ടമാണ്, നിങ്ങൾക്ക് അതിൻ്റെ സ്കോപ്പ് ഇഷ്ടമാണ്, നിങ്ങൾ അത് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്യുക. അപ്പോൾ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ, നല്ല സയൻറ്റിസ്റ്റ് ആണെങ്കിൽ നല്ല പൈസ കിട്ടുമോ. നിങ്ങൾ നല്ല ഇപ്പം PhD ഒക്കെ ചെയ്യുമ്പോൾ അതിനും കിട്ടും. നല്ല ടീച്ചറാണെങ്കിൽ നിങ്ങൾ എക്സാമിനർ വന്നോ, നമ്മൾ നല്ല പൈസ തരും. ഓക്കെ, നല്ല ടീച്ചേഴ്സിന് നല്ല പൈസ കിട്ടും, നല്ല ജോലികൾ കിട്ടും. ഇപ്പം നിങ്ങൾ IAS ആവുന്നതും എന്തുകൊണ്ടാണ് IAS ആവാൻ ഇത്ര ഡിഫിക്കൽട്ട്? കാരണം IAS ആവാൻ ഡിഫിക്കൽട്ട് ആണ് കാരണം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ വേണമല്ലോ ഇന്ത്യയിലെ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാവണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ടഫസ്റ്റ് എക്സാം എഴുതണം. 100 IAS ഒക്കെ ഇവിടെ ഒരു വർഷം വരുള്ളൂ, ഇത്ര ലക്ഷം ആൾക്കാർ എഴുതുന്നുണ്ടെന്നറിയോ. അപ്പം ഏറ്റവും ബെസ്റ്റ് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ IAS ആകുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് നല്ല സുഖമായിരിക്കും, നിങ്ങൾ ഭയങ്കര പവർഫുൾ ആളായിരിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടും. സാലറി ഭയങ്കര കുറവായിരിക്കും, പക്ഷേ അതിൻ്റെ സാലറീൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കാറുണ്ട്, വണ്ടിയുണ്ട്, ഡ്രൈവറുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. കാർ വണ്ടി സെയിം അല്ലേ. എനിവേസ് സംഭവം എന്താണെങ്കിലും നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എയിം ചെയ്യുക. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എയിംസ് അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. ഓക്കെ, ഇതായാലും കഴിഞ്ഞ ഇപ്പോൾ IITs ആണെങ്കിൽ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ NIT IITs എയിം ചെയ്യുക, നല്ല ജോലി കിട്ടും, നല്ല റെപ്യൂട്ടേഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിനക്ക് ജോലി കിട്ടും, അടിപൊളി. ഇപ്പോൾ ആർട്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും, ഇപ്പോൾ അലൻസാർ പോയ കോളേജിൽ ഓക്കെ അവിടത്തേക്ക് ആവറേജ് LPA ഓക്കെ നിങ്ങൾ ജോലിക്ക് ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്കണോമിക്സ് കോഴ്സിനൊക്കെ നിങ്ങൾക്ക് 20 ലക്ഷം കിട്ടും. ഓക്കെ, 20 LPA ഒക്കെ കിട്ടും. 3 വർഷം പഠിച്ചിട്ട് തന്നെ നിങ്ങളൊരു IIT ലെവൽസിലേക്ക് എത്തും. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് പറയുക 18 to 20 ആണ് നിങ്ങൾക്ക് ആവറേജ് കിട്ടുക. ആലോചിച്ച് 3 വർഷം കോളേജിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ജോലി കിട്ടിയ സെക്ടറിൽ അത് കൂടിക്കൊണ്ട് വരുള്ളൂ. ഓക്കെ, ഇതാ നിങ്ങൾക്ക് ഇപ്പം DUയിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അതേപോലെ തന്നെ ഹിന്ദു ആയിക്കോട്ടെ, ഇവിടെ IISc ഒക്കെ നല്ലതാണ്. ഇതൊക്കെ പ്യുവർ സയൻസ്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഏത് ഇൻട്രസ്റ്റ് വേണം ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫാഷൻ ടെക്നോളജി നിഫ്റ്റിലൊക്കെ പോയാൽ അവിടുത്തെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുക, അവിടെ അടിപൊളി പ്ലേസ്മെന്റ്സ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, നിങ്ങൾ IHMസിൽ ഇപ്പോൾ അവിടുത്തെ ബെസ്റ്റ് പ്ലേസ്മെന്റ്സ് നോക്കുക, ആവറേജ് പ്ലേസ്മെന്റ്സ് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് പൈലറ്റ് ആവണം, അതൊക്കെ നോക്കുക. എല്ലാത്തിൻ്റെയും ഏറ്റവും ബെസ്റ്റിൽ പോയി ഏറ്റവും പൈസ കിട്ടും, ഏറ്റവും അടിപൊളി ലൈഫായിരിക്കും, ഏറ്റവും സെറ്റായിരിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഞാൻ വീണ്ടും പറയണം, ആ സക്സസിൻ്റെ ഫോർമുല നോക്കുക, ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, നല്ലോണം മാർക്ക് ഉണ്ടാവണം. ഓക്കെ, ഒരാൾക്ക് നിങ്ങൾ മിടുക്കനാണ്, നിങ്ങൾ അടിപൊളിയാണെന്ന് മനസ്സിലാക്കാൻ ആകെ ഉള്ള ഇൻഡിക്കേറ്റർ നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ റാങ്കും നിങ്ങളെ എത്ര കഷ്ടപ്പെട്ട് കോളേജിൽ എത്തിയതാണ്. അതുള്ളൂ ശരിക്കും പറയാൻ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സാലറി അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം, സാറേ ഞാൻ ഭയങ്കര സാലറിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും എന്തെങ്കിലും ചെയ്യണോ? ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം, 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയാണ് +1 +2 നല്ല മാർക്ക് മേടിക്കുക. +1 +2 നല്ല മാർക്ക് മേടിക്കണം. അതേപോലെ നിങ്ങൾ ഡ്രീമിനുള്ള, ഇപ്പം ഫോർ എക്സാമ്പിൾ NEET ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, അല്ലെങ്കിൽ CUET ആയിക്കോട്ടെ, അതിനുള്ള എൻട്രൻസിനും പ്രിപ്പയർ ചെയ്യുക അതിനോടൊപ്പം. അതാണ് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പം തന്നെ നിങ്ങൾ ബെസ്റ്റ് കോളേജിലെത്തി നിങ്ങളുടെ തന്നെ ലൈഫ് സെറ്റ് ആയിക്കോട്ടെ. ഞാൻ കാണിച്ചു തന്നല്ലോ. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾക്ക് +1 +2 നിങ്ങൾക്ക് അടിപൊളി മാർക്ക് കിട്ടാൻ, ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാമിനറുടെ AGNI ബാച്ച് ഉണ്ട്. സയൻസുകാർക്ക് 6000 rupees ആണ് ഒരു വർഷത്തെ ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഈ ബാച്ചിൻ്റെ ഈ ചാനലിൽ ഉണ്ടെന്ന് അറിയാം. +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 6000 ആണ് ഒരു വർഷത്തെ ഫുൾ ഫീസ്. ജ്വാല ബാച്ച് ഉണ്ട് കൊമേഴ്സുകാർക്ക്. ഇപ്പോൾ കൊമേഴ്സിലായിക്കോട്ടും നിങ്ങൾക്ക് +1 +2 അടിപൊളി മാർക്ക് കിട്ടിയാൽ
ബാക്കിയുള്ള ലൈഫ് സെറ്റാണ്. ഓക്കെ, ഇനി അതുപോലെ നിങ്ങൾക്ക് നീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പൃഥ്വി ബാച്ച് ഉണ്ട്. നീറ്റ് കോച്ചിങ് ഉണ്ടാവും, സയൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് 9,000 ആണ് ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് DPPs ഉണ്ടാവും, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ആൻഡ് വീഡിയോ സൊല്യൂഷൻസും ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ നീറ്റ് ബേസ്ഡ് എക്സാം നിങ്ങൾ ടോപ്പിക് ആയിക്കോട്ടെ, ചാപ്റ്റർ വൈസ് ആയിക്കോട്ടെ, ഫുൾ ലെങ്ത് ആയിക്കോട്ടെ, എല്ലാം ഉണ്ടാകുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് JEEൻ്റെ കോഴ്സുണ്ട്, യോധ JEE ബാച്ചും സെയിം സംഭവങ്ങൾ. ഫോർ JEE നിങ്ങൾക്ക് 8,999 ആണ് 2 കോഴ്സിനും വരുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യം ഈ നമ്പറിലേക്ക് വിളിക്കാം, വാട്സാപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ഏറ്റവും ബെസ്റ്റ് കോളേജിൽ ഏറ്റവും ബെസ്റ്റ് ജോലി കിട്ടണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് +1 നന്നായിട്ട് പഠിക്കാം. +1 അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് ആ കഷ്ടപ്പെടാനുള്ള ഫൗണ്ടേഷൻ കിട്ടി. ഓക്കെ, ആ കഷ്ടപ്പെടാനുള്ള ഫൗണ്ടേഷൻ കിട്ടി നിങ്ങൾ ബെസ്റ്റ് കോളേജിൽ എത്തിക്കോളും. ബെസ്റ്റ് കോളേജിൽ എത്തിയ ബെസ്റ്റ് ജോലി കിട്ടിക്കോളും. അങ്ങനെ ആകുമ്പം നിങ്ങളെയും പറ്റിയിട്ട് ഇങ്ങനെ ന്യൂസ് ആർട്ടിക്കിൾ വരും. കേരളത്തിലെ എക്സാമിനറിലെ സ്റ്റുഡൻറ്റ് 2 കോടിൻ്റെ ജോലി, 1 കോടിൻ്റെ ജോലി, 30 ലക്ഷം ഒക്കെ ഉണ്ടാക്കുന്നു. അതല്ലേ ലൈഫിൽ അവസാനം വേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് പാക്കേജ് കിട്ടണം, ഏറ്റവും ഹയസ്റ്റ് ജോലി കിട്ടണമെങ്കിൽ ഇപ്പം ചെയ്യാൻ പറ്റുന്നത് +1 അടിപൊളിയായിട്ട് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് എക്സാമിനർ കൂടെ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് എക്സാമിനർ കൂടെ ഉണ്ടാവും. സോ ഓൾ ദ ബെസ്റ്റ്, അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് +1 +2 ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴത്തെ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. ഓക്കെ.